കർണാടകയിലെ അങ്കോലയിൽ മലയിടിഞ്ഞു കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ 9ാം ദിവസവും തുടരുകയാണ്. കര നാവിക സേനകൾ സംയുക്തമായാണ് ഗംഗാവാലി പുഴയിൽ തെരച്ചിൽ നടത്തുന്നത്. സോണാർ റഡാർ സാങ്കേതികവിദ്യകളുടെ സഹായത്തോടെയാണ് ഇന്നത്തെ തെരച്ചിൽ. തെരച്ചിലിനായി ബൂം മണ്ണുമാന്തി യന്ത്രം സ്ഥലത്ത് എത്തിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുനിൽ ഐസക് ചേരുന്നു. സുനിൽ, ഈ പുതിയ മണ്ണുമാന്തി യന്ത്രം അതിന്റെ പ്രവർത്തനം തുടങ്ങിയോ? നിഷാദ്, ഭൂം എന്ന് പറയുന്ന മണ്ണുമാന്തി യന്ത്രം സ്ഥലത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ദുരന്ത സ്ഥലത്ത് അതിന്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അത് വാഹനത്തിൽ നിന്ന് ഇറക്കി ഇപ്പോൾ ഈ ദുരന്തം നടന്ന റോഡിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ആ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുള്ള തെരച്ചിൽ ആരംഭിക്കും. അതായത് 15 മീറ്ററാണ് അതിന്റെ നീളം. ആ 15 മീറ്റർ നീളത്തിൽ ഒപ്പം 15 മീറ്റർ ആഴത്തിലും ഇറങ്ങി പരിശോധിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മണ്ണുമാന്തി യന്ത്രമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇത് ഗോവയിൽ നിന്നോ ബാംഗ്ലൂരിൽ നിന്ന് എത്തിച്ച സാധനമാണ്. അല്പസമയം മുമ്പ് അത് അതിർത്തി കടന്ന് അത് ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് വാഹനം പുറത്തിറക്കി റോഡിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇത് ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിക്കും. പ്രധാനമായും നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ റോഡിന് താഴെ ഭാഗത്ത് കാണുന്ന ആ മണ്ണ് മാറ്റി പരിശോധിക്കണമെന്നൊരു ആവശ്യം ബന്ധുക്കളടക്കമുള്ളവർ ഉന്നയിച്ചിരുന്നു. അതുമാത്രമല്ല, ആ റോഡിന്റെ ഭാഗത്ത് നിന്ന് പുഴയിലേക്ക് നല്ല രീതിയിൽ മണ്ണിങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. അതായത് ഈ ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ കുന്നുപോലെ കാണുന്ന സ്ഥലത്ത് വരെ നല്ല രീതിയിൽ മണ്ണിങ്ങനെ അടിഞ്ഞു കിടക്കുന്നുണ്ട്. ആ ഭാഗത്ത് മുഴുവൻ പരമാവധി എത്തുന്നിടത്തോളം ദൂരത്തെ മണ്ണ് മാന്തി പരിശോധിക്കാൻ കഴിയുമോ എന്നാണ് നോക്കുന്നത്. പക്ഷേ ഇവിടെയും ചില പ്രശ്നങ്ങളുണ്ട്, പ്രായോഗികമായ ചില വിഷയങ്ങളുണ്ട്. അതായത് 20-22 അടി താഴ്ചയുണ്ട് ഈ പുഴയ്ക്കെന്നാണ് പറയുന്നത്. പക്ഷേ ആ കരഭാഗത്ത് അത്രയും ഉണ്ടാവില്ലായിരിക്കാം. എങ്കിൽ കൂടിയും നടുഭാഗത്ത് അത്രയും, ഇപ്പോൾ ഈ മണ്ണ് കിടക്കുന്ന ഭാഗമുണ്ടല്ലോ, അവിടെയൊക്കെ ഏതാണ്ട് 20 അടിയിലധികം താഴ്ചയുള്ള സ്ഥലമാണ്. അത്രയും താഴ്ചയിലേക്ക് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പരിശോധിക്കാൻ കഴിയില്ല. പക്ഷേ കരഭാഗത്തെ മണ്ണ് ഒരു പരിധിവരെയെങ്കിലും നീക്കി പരിശോധിക്കാൻ ഇത് ഉപയോഗിച്ച് നടത്താൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം കൂട്ടിച്ചേർക്കേണ്ട കാര്യം, ഇന്നലെ ചില സിഗ്നലുകൾ ലഭിച്ചിരുന്നു. റഡാർ സിഗ്നലുകൾ ലഭിച്ചിരുന്നു, സോണാർ സിഗ്നലുകൾ ലഭിച്ചിരുന്നു. ഈ 2 സിഗ്നലും ഏതാണ്ട് ഒരേ സ്ഥലത്ത് നിന്നാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഒരു 40 മീറ്ററോളം ഇപ്പുറത്തായി, അത്തരത്തിൽ ഒരു റോഡിൽ നിന്ന് 40 മീറ്ററോളം ഇപ്പുറത്തായി പുഴയിൽ അത്തരമൊരു സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. ആ സിഗ്നൽ കിട്ടിയ പ്രദേശം മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പ്രദേശത്തേക്ക് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുള്ള പരിശോധന ആദ്യം നടക്കുമെന്നാണ് നമുക്ക് സേനയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതിനൊപ്പം തന്നെ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരടക്കം ഈ പ്രദേശത്ത് മുങ്ങി പരിശോധന നടത്തുന്നുണ്ട്. ഒപ്പം രാവിലെ മുതൽ തന്നെ കരസേനയുടെ പ്രത്യേക സംഘവും ഈ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയും സജീവമായി നടത്തുന്നുണ്ട്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത്, കാലാവസ്ഥ വളരെ അനുകൂലമാണെന്നാണ്. വല്ലപ്പോഴും മാത്രമാണ് മഴ പെയ്യുന്നത്. അങ്ങനെ മഴ പെയ്യുന്നുണ്ടെങ്കിൽ തോടും ആ മഴ പെയ്തു തോരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തെളിഞ്ഞൊരു അന്തരീക്ഷമാണ്. അതുകൊണ്ട് ഇന്നത്തെ പരിശോധന വലിയ ദ്രുതഗതിയിൽ തന്നെ നടക്കുന്നുണ്ട്, കുറെ കൂടി നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇന്നലെ വലിയ പരാജയമായിരുന്നു ഈ തെരച്ചിൽ, കാരണം കാലാവസ്ഥ എതിരായിരുന്നു. ഇന്ന് പക്ഷേ എത്തുമ്പോഴേക്കും കാലാവസ്ഥ അനുകൂലമാവുന്നുണ്ട്. അതിൻ്റെ ഒരു ഗുണമുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ സ്കൂബ ടീം വിശ്രമിക്കാനായി കരയിലേക്ക് മാറിയിരിക്കുകയാണുള്ളത്.